ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുൻപായിട്ട് തന്നെ വളരെ ജെന്യുവൻ ആയിട്ട് മറ്റൊരു കാര്യം പറയാണ്. ഈ സിനിമ ഹിറ്റ് അടിക്കാനും ഇത് ചരിത്രത്തിന്റെ ഒരു നാഴിക കല്ലായിട്ട് മാറാനും ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ചും ലാലേട്ടന്റെ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് സ്വപ്നം കണ്ടിരുന്നു. ആ ഒരു മൊമെന്റ് സംഭവിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും സംഭവിച്ചില്ല. സിനിമ ടോട്ടലി നിരാശപ്പെടുത്തി കളഞ്ഞു. ഇതിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ലൂസിഫർ കണ്ട് അതിനകത്തെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ കാണാൻ പോയിട്ടുള്ളത്. എന്നാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ലൂസിഫറിൽ ആ കഥാപാത്രം ഭൂമിയിൽ നിൽക്കുന്ന, മണ്ണിൽ ഇറങ്ങി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു. സോ ആ കഥാപാത്രത്തോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. ഇതിനകത്തേക്ക് വരുമ്പോൾ ഖുറേഷി എബ്രഹാം ആവുന്ന സമയത്ത് ലാലേട്ടൻ മണ്ണിലിറങ്ങി നിൽക്കുന്ന സാധാരണക്കാരനായ മനുഷ്യനല്ല. കോട്ടും സൂട്ടും ഇട്ട് പുള്ളിക്കാരൻ വേറെ റേഞ്ച് മനുഷ്യൻ, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു, ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ കഥാപാത്രത്തോട് എവിടെയോ വൈകാരികപരമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ തിരക്കഥയാണ്. ആ തിരക്കഥ ഒട്ടും സ്ട്രോങ് അല്ലാത്തത് കാരണമാണ് ഈ കഥാപാത്രത്തോടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് നഷ്ടപ്പെടുന്നതും. ഇതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് മാത്രമാണ് കുറച്ചെങ്കിലും പ്രേക്ഷകർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നതും കൈയടിക്കാൻ പറ്റുന്നതും. അല്ലാത്ത പക്ഷം ബാക്കി ഖുറേഷി എബ്രഹാമായിട്ട് വരുന്ന സമയത്തൊക്കെ ഒരുമാതിരി ചത്ത വീട്ടിലിരിക്കുന്ന അവസ്ഥ പോലെയായിരുന്നു തിയേറ്ററിനകത്തൊക്കെ. അപ്പൊ ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപേ നമുക്കറിയാം ഖുറേഷി എബ്രഹാമിനെ കുറിച്ചാണ് കഥ പറയാൻ പോകുന്നതെന്ന്. ആദ്യ ഭാഗമായിട്ടുള്ള ലൂസിഫർ അവസാനിക്കുന്ന ആ ഒരു സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് മറ്റൊരു പേരുണ്ട്, മറ്റൊരു ലോകമുണ്ട് എന്നൊക്കെ. അത് ഖുറേഷി എബ്രഹാം ആണെന്നുള്ള സൂചനയും കൊടുത്തിരുന്നു. സോ നമുക്കറിയാം സിനിമ കാണാൻ പോകുമ്പോഴേ ലാലേട്ടൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രം ഖുറേഷി എബ്രഹാം ആണെന്ന്. പക്ഷെ ഒരു കാര്യവുമില്ലാതെ ലോകവ്യാപകമായി നടന്ന ഹെലികോപ്റ്ററും കൊണ്ട് യുദ്ധം ചെയ്യാൻ നടന്നിങ്ങനെ പ്രേക്ഷകരെ ഓരോന്ന് കാണിക്കുന്നു എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പ്രേക്ഷകരുമായിട്ട് കഥാപാത്രത്തിന് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഒന്നുമില്ല. ചുമ്മാ ആ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടും അയാളുടെ പവർ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കാര്യമായിട്ട് പോകുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഇറാഖിലാണ് സീൻ കാണിക്കുന്നത്. അത് സിംഗിൾ ഷോട്ടിലാണ് സിനിമ തുടങ്ങുന്നത്. കുറച്ചു നേരമുള്ള ഒരു ഷോട്ടാണ്. ആ ഷോട്ട് കാണിക്കുന്ന സമയത്ത് വളരെ വൈഡ് ആയിട്ടാണ് പിന്നെ ആ ഒരു സ്ക്രീൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ വലിയ ബജറ്റ് മൂവിയാണെന്നും ഇതിന്റെ ഒരു ക്യാൻവാസ് എത്രത്തോളം വലുതാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. എന്നാൽ അതേ സമയം തന്നെ ഈ ഇത്രയും ക്യാൻവാസിലുള്ള സംഭവം കാണിച്ചിട്ടും ഇതൊക്കെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയിട്ടും കഥയില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഖുറേഷി എബ്രഹാമിനെ കാണിക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഷോട്ടുകളിലൂടെയൊക്കെ പുള്ളിനെ കാണിക്കുന്നുള്ളൂ. ആ കഥാപാത്രവും കാണിക്കുന്നു, വല്ലപ്പോഴും ഇങ്ങനെ തലപൊക്കി കാണിച്ചു പോകുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ചെയ്യുന്ന സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടർ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഏറ്റവും ആദ്യം സയ്യിദ് മസൂദിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കുറേ സമയം മെനക്കെട്ട് കുറേ ടൈം എടുത്ത് ഒരുപാട് ബജറ്റ് ഒക്കെ ചെലവാക്കിയുള്ള ഫ്ലാഷ് ബാക്ക് സംഭവങ്ങളാണ്. സോ അതിനകത്തൊക്കെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കും. പക്ഷേ സയ്യിദ് മസൂദിന്റെ ഫ്ലാഷ് ബാക്ക് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് തോന്നും എന്ത് തേങ്ങയ്ക്കാണ് അതൊക്കെ കാണിച്ച് ഇത്ര സമയം ഇവർ ചെലവാക്കിയത്. ഒന്നുമില്ല. എത്രയോ ഹിന്ദി സിനിമകളിലും അന്യഭാഷാ സിനിമകളിലും സ്ഥിരം കണ്ട് മടുത്ത കഥ മാത്രമാണ് സയ്യിദ് മസൂദിനും പറയാനുള്ളത്. അതിനു വേണ്ടിയാണ് ഇത്രയും വലിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ ആ ക്യാരക്ടറിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഒന്നും തോന്നില്ല. സയ്യിദ് മസൂദിന്റെ കുട്ടിക്കാലമായിട്ട് കാർത്തികേയ എന്ന് പറയുന്ന ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു കുട്ടിക്കാലം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വർക്കാവുന്നല്ലാണ്ട് അത് പൃഥ്വിയിലേക്ക് എത്തുന്ന സമയത്ത് ഒന്നും പൃഥ്വിക്ക് ചെയ്യാനില്ല. പൃഥ്വി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാ ഉള്ള സമയം കൊണ്ട് ആ കഥാപാത്രത്തിന് പ്രേക്ഷകരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റണ്ടേ? അതും പറ്റുന്നില്ല. സോ സയ്യിദ് മസൂദ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും പുള്ളിയുടെ പ്രതികാര സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. ആ ഹീറോയിസം പോലും ഏൽക്കുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് നായകനായിട്ടുള്ള ലാലേട്ടന്റെ കൂടെയുള്ള സയ്യിദ് മസൂദായിട്ട് അഭിനയിക്കുന്ന പൃഥ്വിരാജ്, ഇവർക്ക് രണ്ടുപേർക്കും സിനിമയ്ക്കകത്ത് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. എന്നാൽ അവസാനം കൊണ്ടുപോയിട്ട് രണ്ടുപേരും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന, ഒന്നിച്ച് നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു ഫൈറ്റ് സംഭവമുണ്ട്. ആ ഫൈറ്റ് സീക്വൻസിനകത്തുള്ള അനാവശ്യമായ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് തേങ്ങയ്ക്കാണ് ഇതൊക്കെ ചെയ്തു വെച്ചെന്ന് ഫീൽ ചെയ്യും. കാരണം അത് ഏൽക്കില്ല. പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളോട് വൈകാരികപരമായിട്ടുള്ള അടുപ്പമില്ലാണ്ട് അവരെങ്ങനെയാണ് ഈ പറയുന്ന ഫൈറ്റ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുക? അത് ലെങ്തി ആയിട്ടുള്ള ഒരു ഫൈറ്റ്, അവസാനിക്കാത്ത സംഭവം, അതും പൃഥ്വിരാജിന്റെ ഹീറോയിസം സംഭവം സഹിക്കാൻ പറ്റുന്നില്ല. പുള്ളി ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു ഡെപ്ത് ഇല്ലാത്ത കഥാപാത്രത്തെ കൊണ്ട് ഇങ്ങനെ ഹീറോയിസം കാണിച്ച് വെറുപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഈ നായകന്റെ കഥാപാത്രവും നായകന്റെ കൂടെയുള്ള സഹനടന്റെ കഥാപാത്രവുമാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സംഭവം. നായകനായിട്ടുള്ള ലാലേട്ടന് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്നൊരു സംഭവമുണ്ട് സെക്കൻഡ് ഹാഫിന് ശേഷം. ഈ ഫസ്റ്റ് ഹാഫ് മൊത്തം ചത്ത അവസ്ഥയാണ്. സെക്കൻഡ് ഹാഫിൽ ഇയാൾ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ് തിയേറ്ററിനകത്ത് ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്.
അതും കുറച്ച് സമയമുള്ളൂ. ആ സ്റ്റീഫൻ നെടുമ്പള്ളി ആയി വരുന്നു, പിന്നെ പോകുന്നു, പിന്നെ ആ ഒരു ഓളമൊന്നും പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ നായകനായ ലാലേട്ടൻ പോലും കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സിനിമയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായികയ്ക്കാണ്. പുള്ളിക്കാരി ഗംഭീരമായിട്ട് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാം വരവിൽ പുള്ളിക്കാരി ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമയായിരിക്കും എമ്പുരാന്. പുള്ളിക്കാരി എത്രയും ഭംഗിയായിട്ട് മലയാള സിനിമ ഈ ഒരു തിരിച്ചുവരവിൽ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സ്ക്രീൻ ടൈം ഉണ്ട്. സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയുന്ന സംഭവം ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. ലാലേട്ടന് കിട്ടിയ അതേ കയ്യടി ഇവിടെ മഞ്ജു വാര്യർക്കും കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒരു നായികയ്ക്കും ഇങ്ങനെ കയ്യടി വാങ്ങാൻ പറ്റുന്നത് ഞാൻ കണ്ടിട്ടില്ല. മഞ്ജു വാര്യർ അത് ഗംഭീരമായിട്ട് ചെയ്തു. പുള്ളിക്കാരുടെ ആ ഒരു സ്പാർക്ക് സംഭവമുണ്ട്, എടുത്ത് പറയേണ്ട സംഭവമാണ്. പണ്ട് നമ്മുടെ പത്രം സിനിമയുണ്ട് സുരേഷ് ഗോപിയുടെ, അതിനകത്ത് നായികയായിട്ട് മഞ്ജു ചെയ്ത സമയത്ത് ആ സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്കാണ് ഇവിടെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബൈജു സന്തോഷിന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ കുറച്ചെങ്കിലും പിന്നെ പ്രേക്ഷകർ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു കഥാപാത്രമാണ് ബൈജുവിന്റെ ക്യാരക്ടർ മുരുകൻ. ആ മുരുകന്റെ പഴയ സിനിമയിലെ പോലെ തന്നെ ചില ഡയലോഗ്സ് സംഭവങ്ങളൊക്കെ കയ്യടി വാങ്ങുന്നുണ്ട്. പഴയതിലാണെങ്കിൽ മര്യാദ വേണ്ടതുള്ള ഡയലോഗൊക്കെ നല്ല കയ്യടി വാങ്ങിയ സംഭവമാണ്. അതുപോലെ ഇതിനകത്തും നായിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്, അതും കയ്യടി വാങ്ങിയിട്ടുണ്ട്. സോ ബൈജുവിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഈ ബൈജുവും അതുപോലെ തന്നെ മഞ്ജു വാര്യറും ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്, അതുപോലും മോഹൻലാലിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഏറ്റവും മോശമായിട്ട് സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് തോന്നിയത് നമ്മുടെ ജതിൻ രാംദാസ് എന്ന് പറയുന്ന ടൊവിനോയുടെ ക്യാരക്ടറാണ്. ഈ സിനിമയിൽ ഭയങ്കര കോമഡി ആയി തോന്നിയതും പുള്ളിയാണ്. കാരണം ലൂസിഫർ കണ്ട ആർക്കും ഈസി ആയിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജതിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇനി എന്താവുന്നത്. ഏത് കൊച്ചു കുട്ടിക്കും സുഖമായിട്ട് പറയാൻ പറ്റും ജതിൻ ഇനി എന്തൊക്കെ ചെയ്യും, ആ കഥാപാത്രത്തിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയായി മാറുന്നു, അതിനൊന്നും ഒരു വിരുദ്ധവും അല്ലാത്ത രീതിയിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന അതേപോലെ തന്നെ സംഭവിച്ചു. ജതിൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ പ്രഡിക്ഷൻ അപ്പുറത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. സോ ആ ഒരു കഥാപാത്രം ഉണ്ടാക്കിയത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ചും കൂടി മുരളി ഗോപിക്ക് സ്ക്രിപ്റ്റിലും കഥാപാത്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കായിരുന്നു എന്നൊക്കെ പിന്നെ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് ജതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ടപ്പോഴാണ്. പിന്നെ പൃഥ്വിയുടെ കുട്ടിക്കാലമായിട്ട് കാർത്തികേയ എന്ന് പറഞ്ഞൊരു കൊച്ചാണ് അഭിനയിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു, അത് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മണിക്കുട്ടന് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടന് ലൂസിഫറിനകത്താണെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇതിനകത്ത് ഒരു ആക്ടർ ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുള്ള സമയങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിനെ കൊണ്ടുവന്നിട്ട് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള അവസ്ഥയിൽ അവസാനിപ്പിച്ചു. അതേപോലെ ബൽരാജ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത അഭിമന്യു സിംഗ് നല്ല നൈസ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആ പെർഫോമൻസ് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ മുന്ന എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളുടെ പേരറിയില്ല. ഇതിനകത്ത് കുറെ ആളുകളുടെ പേര് എനിക്കറിയില്ല, പക്ഷെ ഒരുവിധം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഓരോ കഥാപാത്രങ്ങളും കയ്യിൽ നിന്ന് പാളി പോകുന്നത്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ തന്നെ ഇത്തവണയും ലാലേട്ടനെ മണ്ണിലിറക്കിയിട്ട് ഈ സിനിമ ചെയ്തിരുന്നുവെങ്കിൽ കുറെ കൂടി നല്ല അഭിപ്രായം നേടുന്നായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത വിധത്തിൽ ഹെലികോപ്റ്ററിൽ കടന്ന് ഫൈറ്റ്, ലോകവ്യാപകമായിട്ട് നടന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും തോന്നണ്ടേ, ഇമോഷണൽ കണക്ഷൻ കിട്ടണ്ടേ? അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു സിനിമ ടോപ്പ് ഗിയറിൽ എത്തേണ്ട ഇത്രയും ബജറ്റ് മൂവി ആയിരുന്നു, അത് ടോപ്പ് ഗിയറിൽ എത്തേണ്ട ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കാണ് എമ്പുരാൻ ചെയ്തിട്ടുള്ളത്. വളരെ ദുർബലമായ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് മുരളി ഗോപി ചെയ്തതെന്ന് എനിക്ക് അത്ഭുതമാണ്. അപ്പൊ ഏതായാലും ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം സിനിമയുടെ ടെക്നിക്കൽ സൈഡൊന്നും ഒട്ടും മോശമല്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വൈഡ് ആയിട്ടൊരു സിനിമ മലയാളത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ടെക്നിക്കലി ഇത്ര അടിപൊളിയായിട്ട് ചെയ്ത് കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇപ്പൊ അതിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഏത് സൈഡാണെങ്കിലും ടെക്നിക്കലി എല്ലാം അടിപൊളിയാണ്, സൗണ്ട് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കൊള്ളില്ല. സോ സ്ക്രിപ്റ്റ് കൊള്ളില്ലെങ്കിൽ പിന്നെ എത്ര ടെക്നിക്കലി അടിപൊളിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് അത്ര സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം പുള്ളി മെനക്കെട്ട് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് പണിയെടുത്തു, എഫേർട്ട് എടുത്തു. ആ സംഭവം ഇതിനകത്ത് ടെക്നിക്കലി കാണാനുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് അപ്പോഴും സ്ക്രിപ്റ്റാണ് പ്രശ്നമായിട്ട് കിടക്കുന്നത്. മിനിമം പുള്ളിക്ക് പുള്ളിയുടെ ക്യാരക്ടറെങ്കിലും ശ്രദ്ധിക്കായിരുന്നു, പുള്ളി അതും ശ്രദ്ധിച്ചില്ല. ഒരു ഡെപ്തും ഇല്ലാത്ത കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഹീറോയിസം കാണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പോക്കിരി രാജ സിനിമയാണ്. അതിനകത്ത് മമ്മൂക്കയും പൃഥ്വിയും ഒരുപോലെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ക്ലൈമാക്സിൽ. പക്ഷെ ആ ക്ലൈമാക്സ് ഏൽക്കും, കാരണം സിനിമയുടെ ഫസ്റ്റ് മുതലേക്ക് ആ കഥാപാത്രങ്ങൾക്ക് ഡെപ്ത് ഉണ്ട്, ഒരുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫൈറ്റ് കാണുന്ന സമയത്തും പ്രേക്ഷകരെ ഏറ്റെടുക്കും. എന്നാൽ ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സൈഡ് കാണിക്കുന്നില്ല. പൃഥ്വി ചെയ്യുന്ന കഥാപാത്രം പുള്ളിക്കൊരു വൈരാഗ്യമുണ്ട്, ആ വൈരാഗ്യം പുള്ളി പ്രതികാരമായിട്ട് തീർക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അത് കണ്ട് കൈയടിക്കാൻ തോന്നണ്ടേ? കൈയടിക്കാൻ തോന്നണമെങ്കിൽ അത് പൃഥ്വിയുടെ ഭാഗത്ത് നിന്ന് തന്നെ
പുള്ളി അനുഭവിച്ച പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് കാണിക്കണമായിരുന്നു. അത് കാണിച്ചില്ല. സോ പ്രേക്ഷകർക്ക് കൈയടിക്കാൻ തോന്നില്ല. ലാലേട്ടന്റെ കാര്യമാണെങ്കിൽ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്ത് പുള്ളി ഉണ്ടാക്കി വെച്ചൊരു വില ഉണ്ടായിരുന്നു. ആ വില പോലും നഷ്ടപ്പെടുത്തുന്ന പോലെയാണ് ഇതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി വന്നിട്ടുള്ളത്. ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ തന്നെ ഒരു പ്രേക്ഷകർക്ക് ഒരു താല്പര്യം തോന്നാത്ത കഥാപാത്രം. എന്തിനു വേണ്ടിയാണ് ഇത്രയും സമയം ഇത് ഉണ്ടാക്കി വെച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇത് വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ ഞാൻ പറയെങ്കിലും ഈ സിനിമ ഒരു തവണ പോലും കാണാന്നുള്ളത് വലിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനാവശ്യമായിട്ട് സമയം വലിച്ചു നീട്ടി കൊണ്ടുപോയി കഥ പറഞ്ഞായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളും പോയി സിനിമ കാണാൻ താല്പര്യമുള്ളവർ കാണുക. എന്തായാലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയോളം ഒന്നും ഈ സിനിമ വരില്ല. ലൂസിഫർ ഉണ്ടാക്കി വെച്ചൊരു പേരുണ്ട്. ആ പേരിന് ചിലപ്പോൾ ഈ സിനിമ പറയിപ്പിച്ചു എന്ന് പോലും നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പേഴ്സണലി എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ലൂസിഫർ അവിടെ വെച്ച് ഇവർക്ക് നിർത്തായിരുന്നു. വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവരണ്ടായിരുന്നു എന്നാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്.